ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട മസാല ദോശയാണ്. നമുക്ക് വീട്ടിൽ തന്നെ നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ദോശ മാവ് തയ്യാറാക്കി നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. അതിൽ ഉലുവയോ കടലപ്പരിപ്പോ ഒന്നും ചേർക്കുന്നില്ല. അതിന് ആദ്യം നമുക്കൊരു മാവ് തയ്യാറാക്കാം. അതിന് 4 ഗ്ലാസ് പൊന്നി ബോയിൽഡ് റൈസും 1 ഗ്ലാസ് പച്ചരിയുമാണ് നല്ലോണം കഴുകി 8 മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കുക. 250 ml ഗ്ലാസ്സാണ് മെഷറിങ്ങിന് എടുത്തിരിക്കുന്നത്. 8 മണിക്കൂർ കുതിർന്നതിന് ശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ഉഴുന്ന് നല്ല കുമിച്ചെടുക്കണം. ഉഴുന്നെടുക്കുമ്പോൾ 1 മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കുക. ഇത് റെഗുലറായിട്ട് എടുക്കുന്ന മാവാണ് ഇതിനും എടുക്കുന്നത്. ഇതിൽ ഉലുവയോ അല്ലാതെ വേറെ കടലപ്പരിപ്പോ ഒന്നും ചേർക്കുന്നില്ല. ഈ മാവ് നമുക്ക് 3 ആഴ്ച വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം ഉഴുന്നും അരിയും നല്ലോണം കഴുകി വെള്ളം തെളിയുന്നിടം വരെ കഴുകിയെടുക്കുക. സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴുകിയെടുത്തതിന് ശേഷം ആദ്യം ഉഴുന്ന് നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്ന് ഇതിപ്പോൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ല പൊങ്ങി വരുന്ന രീതിയിൽ അരച്ചെടുക്കുക. അരമണിക്കൂർ ഉഴുന്ന് അരയ്ക്കുക. അതിന് ശേഷം അരിയും കൂടെ അരച്ച് ഗ്രൈൻഡർ നല്ലോണം കഴുകിയും കൂടെ ഇതുപോലെ എടുത്തിട്ട് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഗ്രൈൻഡർ കഴുകിയെടുത്ത വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കരച്ചെടുക്കുക. തവി വെച്ചല്ല ആദ്യം കരയ്ക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് പൊളിച്ച് കിട്ടാനായിട്ട് കൈകൊണ്ട് തന്നെ കരയ്ക്കുക. ഇതുപോലെ കരച്ച് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക. നല്ലോണം പൊങ്ങിയതിന് ശേഷം പിന്നെ കൈകൊണ്ട് കലക്കണ്ട, തവി കൊണ്ട് തന്നെ കലക്കുക. നന്നായിട്ട് കലക്കി 2 പാത്രങ്ങളിലോ ആവശ്യാനുസരണം 2-3 പാത്രങ്ങളിലേക്ക് പകർന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നമുക്കത് ഇഡ്ഡലിക്ക് വേണ്ടി തയ്യാറാക്കാവുന്നതാണ്. ദോശയ്ക്കാണെങ്കിൽ 2-3 ദിവസത്തിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് എടുക്കുന്നതാണ് അതിൻ്റെ കളർ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി അതിൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വെളിച്ചെണ്ണ എടുത്തിരിക്കുന്ന അതിലേക്ക് കടുകും ചുമന്ന മുളകും ഇട്ട് പൊട്ടിച്ച് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ചേർക്കാം. എരിവ് ഈ പച്ചമുളകിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവരവരുടെ ടേസ്റ്റിനും എരിവിനും ആവശ്യമുള്ള പച്ചമുളക് ചേർക്കുക. ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 3 സവാളയോളം എടുത്തിട്ടുണ്ട്. അതും ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല. ഇപ്പോൾ 2 മതിയെങ്കിൽ 2 എടുക്കുക. ഇത് 3/4 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ഒന്ന് വാടി വരുമ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും 1/2 ടീസ്പൂൺ വെച്ച് ചേർത്ത് പൊടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് തൊലി കളഞ്ഞിട്ട് അതിലേക്ക് പൊടിച്ച് ചേർക്കാം. ഏകദേശം 3/4 കിലോളം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 6 ഉരുളക്കിഴങ്ങോളം ഉണ്ടായിരുന്നു. ഇതുപോലെ പൊടിച്ച് തന്നെ ഒരുപാട് മഷി പോലെ പൊടിക്കണ്ട. ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവസാനം ഒന്നും കൂടെ അതൊന്ന് ചേർത്ത് പൊടിച്ചെടുക്കുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. യോജിപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതൊന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പം ആ മസാല എല്ലാ കൂട്ടും ഒരുപോലെ ഒന്ന് ചേർന്ന് കിട്ടാനാണ്. ശകലം വെള്ളം ഇതുപോലെ 1/2 കപ്പ് മതി. ചേർന്ന് കിട്ടാനാണ് വെള്ളം ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി അതങ്ങ് വരണ്ടു പോവും. മസാലയ്ക്ക് ഒരു മയം കാണത്തില്ല. ശകലം വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇനി ഒന്നും കൂടെ ഉടയണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു മാഷർ വെച്ച് നമുക്ക് ഉടച്ചെടുക്കാം. ഒരുപാട് വലിയ കട്ടകൾ ഇല്ലാതെ നമ്മൾ ഉടച്ച് ചേർക്കുകയാണെങ്കിൽ ഇനി ഇതുപോലെ തന്നെ മസാലക്കൂട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ദോശയിലേക്ക് ഉപയോഗിക്കാം. ഇനി
അരച്ച് വെച്ചിരിക്കുന്ന മാവ് തയ്യാറാക്കി എടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. നമുക്ക് എത്ര മാവാണോ വേണ്ടത് ആ മാവ് മാത്രം ആ പാത്രത്തിൽ വെച്ചിട്ട് അതിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. ബാക്കിയുള്ള മാവ് അടച്ച് ഫ്രിഡ്ജിൽ വെക്കണം. എങ്കിൽ ഈ മാവ് ഞാൻ പറഞ്ഞതുപോലെ 3 ആഴ്ചയോളം കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. നമ്മൾ എല്ലാ മാവിലും കൂടെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ മാവ് പുളിച്ചു പോകും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള മാവിൽ മാത്രം വെള്ളം ഒഴിച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. കല്ല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1.5 തവി, ചെറിയ തവിയാണ് എടുത്തിരിക്കുന്നത്, മാവ് ഇതുപോലെ ഒഴിച്ച് ഇതുപോലെ കനം കുറച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരു ശകലം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. ആവശ്യമുള്ള എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ തവി കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും മാവ് വേവാതെ ഉണ്ടെങ്കിൽ അത് ആ തവിയിലോട്ട് വന്നോളും. ഇത് അവരവർക്ക് എത്രയാണോ മസാല വേണ്ടത് അത് ആ ദോശയിൽ ഒരു സൈഡിൽ ഇതുപോലെ മസാല വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണെങ്കിൽ ദോശയുടെ ഓരോ പകുതി പോർഷനിൽ മസാല നമുക്ക് ഇതുപോലെ തേച്ച് വെച്ചിട്ട് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്ത് നമുക്ക് ചൂടോടെ വിളമ്പാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മസാല ദോശയും നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ പരത്തുമ്പോൾ നല്ല കനം കുറച്ച് ഇതുപോലെ പരത്തുകയാണെങ്കിൽ അത്രയും മൊരിഞ്ഞ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒന്ന് വെന്തതിന് ശേഷം വേണം നമ്മൾ എണ്ണ ഒഴിക്കാനായിട്ട്. എണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മൂത്തതിന് ശേഷമാണ് ഇതുപോലെ തവി വെച്ചൊന്ന് തേച്ച് കൊടുക്കുക. അപ്പം വേകാത്ത എന്തെങ്കിലും മാവുണ്ടെങ്കിൽ നമുക്കതൊന്ന് എടുക്കാനായിട്ടാണ് അങ്ങനെ തേക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള മസാല വെച്ചിട്ട് ഇപ്പം പകുതിയായിട്ടാണ് ഞാൻ മസാല ദോശ മടക്കി കാണിക്കുന്നത്. അല്ലെങ്കിൽ നടുക്ക് മസാല വെച്ചിട്ട് ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ 3 അറ്റവും കൂടെ മടക്കി എടുക്കാവുന്നതുമാണ്. അങ്ങനെ നമുക്ക് എടുക്കാം. നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. നമ്മളിതിൽ ഉലുവയോ കടലപ്പരിപ്പോ ഒന്നും മാവിൽ ചേർത്തിട്ടുമില്ല. നമുക്ക് മസാല ദോശ ചട്നിയും സാമ്പാറിൻ്റെയും കൂടെ നമുക്ക് വിളമ്പാം. തേങ്ങാ ചട്നിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഇത് ടൊമാറ്റോ ചട്നി, സാമ്പാർ കൂടെ ഉഴുന്നുവടയും കൂടെ വെച്ച് നമുക്ക് വിളമ്പാവുന്നതാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് മസാല ദോശ, ഉഴുന്നുവട. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.